ഹായ്, ഞാൻ ശ്രീലത. ഇന്നൊരു ചുരിദാർ കട്ട് നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. തുണി 4ആയി മടക്കിയിട്ടതിന് ശേഷം അളവുകൾ മാർക്ക് ചെയ്യാം. ലെങ്ത് 46 ഇഞ്ചാണ്. 1/2 ഇഞ്ച് മാർജിൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ്. ഇതൊരു ബോക്സ് ആക്കി മാറ്റാം. ഇനി ചെസ്റ്റ് ലൈനാണ് ഇത്. ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 36 ഇഞ്ചാണ്. 36നോട് 4 ഇഞ്ച് കൂട്ടുക, അപ്പോൾ 40 ഇഞ്ച്. അതിൻ്റെ 4 കാണുക, 10 ഇഞ്ച്. അതിവിടെ മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ 2 മാർക്കിംഗ് ആണ് ചെസ്റ്റ് ലൈനിൽ വരുന്നത്. നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. ഇവിടെ 3 ഇഞ്ചാണ്. അതിനുശേഷം നെക്ക് ഡെപ്തായ 6.5 ഇഞ്ചും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. താഴെയും 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് ഇതൊരു ബോക്സ് ആക്കി നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വരച്ചെടുക്കാം. അടുത്തായിട്ട് ആം ഹോൾ കർവ് വരയ്ക്കാം. ആം ഹോൾ ലെങ്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ആണ് നമ്മൾ ആം ഹോൾ കർവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ 10 ഇഞ്ച്, ആ 10 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്ത് വേണം നമ്മൾ ആം ഹോൾ കർവ് വരച്ചെടുക്കാനായിട്ട്. നേരിട്ട് കൈകൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അടുത്തായിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴെ വേസ്റ്റ് ലൈൻ വരച്ചതിന് ശേഷം വേസ്റ്റ് 32 ഇഞ്ചാണ്. അതിൻ്റെ 4/1 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഹിപ്പ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. ഷോൾഡറിൽ നിന്നും 21 ഇഞ്ച് താഴെ ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടെ ഹിപ്പ് മെഷർമെൻറ്റ് 44 ഇഞ്ചാണ്. അതിൻ്റെ 4/1 11 ഇഞ്ച്. 11 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് വരയ്ക്കാം. താഴേക്ക് എത്ര വിഡ്ത്ത് കിട്ടുന്നുണ്ടോ അത്രയും നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വരയ്ക്കാം. നെക്ക് ഇവിടെ യു നെക്കാണ് വരയ്ക്കുന്നത്. ഇഷ്ടമുള്ള ഏത് നെക്ക് വേണേലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇനി ഈ നെക്കിനും ആം ഹോളിനും മാർജിൻ കൊടുക്കണം. നെക്കിന് 1/4 ഇഞ്ചും ആം ഹോളിന് 1/2 ഇഞ്ചുമാണ് നമ്മൾ മാർജിൻ കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കർവ് 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ആവശ്യമായ തുണി 4ആയി മടക്കി ഇട്ടതിന് ശേഷം മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തുണി മടക്കി ഇടുമ്പോൾ മടക്ക് ഭാഗം നമ്മുടെ വശത്തായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് 8.5 ഇഞ്ചാണ്. അതിൽ 1/2 ഇഞ്ച് മുകളിൽ മാർജിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/2 ഇഞ്ച് താഴെയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന മാർജിൻ്റെ താഴെയാണ് ബാക്കി അളവുകൾ വരുന്നത്. ഇനി മുകളിൽ മാർജിൻ്റെ താഴെ ടേപ്പ് വെച്ചിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ക്യാപ്പ് ഹൈറ്റ് അടയാളപ്പെടുത്തുക. ഒരു 34-36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്കൊക്കെ 3.5 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ് വരുന്നത്. 40 ഇഞ്ചാണെങ്കിൽ 3.25 ഇഞ്ച് വരും. ഇത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ഇനി നമുക്ക് 9 ഇഞ്ച് സ്ലീവ് ലൂസ് അടയാളപ്പെടുത്താം. അതിനുശേഷം 2 ഇഞ്ച് മാർജിനും. ബോട്ടം ലൂസ് 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. മാർജിൻ 1.5 ഇഞ്ചും. ഇവിടെ ഈ വരച്ചിരിക്കുന്ന ആം ഹോൾ കർവ് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് സ്ലീവ് ലൂസ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ലൈനിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് അളന്ന് നോക്കുക, മാർജിൻ ഉൾപ്പെടാതെ. എന്നിട്ട് അതിൻ്റെ പകുതി അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും ഒരു കർവ് പോലെ ആ പകുതി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് സ്ലീവ് ലൂസ് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോളാണ് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഇതിവിടെ ചീത്തവശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യുന്നത്. സ്ലീവ് എങ്ങനെയാണ് ഷോൾഡറിൽ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കർവ് 1/2 ഇഞ്ച് കുഴിച്ചാണ് വെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെയും. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് ആം ഹോൾ കർവ് രണ്ടും, അതായത് ബോഡി പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും ഫ്രണ്ട് ആം ഹോൾ കർവ് ഒരുപോലെ വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ സ്ലീവ് കയറ്റാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും ഒരു സൈൻ അവിടെ കൊടുത്തേക്കണം. ഞാനിപ്പോൾ ഇവിടെ F എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ജോയിനിങ് പാർട്ടില്ലേ ഷോൾഡറിൻ്റെ, ആ ജോയിനിങ് പാർട്ടിൽ വേണം ഈ സ്ലീവിൻ്റെ സെൻറ്റർ, ഇത് നമ്മൾ നേരത്തെ തന്നെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലീവിൻ്റെ സെൻറ്റർ വരത്തക്ക വിധം വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഇവിടെ 1/2 ഇഞ്ചാണ് ആം ഹോൾ കർവ് ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പായി കൊടുത്തിരുന്നത്. എപ്പോഴും സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സെൻട്രൽ നിന്നും താഴേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരിക്കലും സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങരുത്. അപ്പോൾ ഇതുപോലെ
പിടിച്ച് നമ്മൾ ഈ താഴെ വരെയും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതായത് സെൻറ്ററിൽ നിന്നും താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അത് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെൻറ്ററിൽ തന്നെ തിരിച്ചെത്തുക. ഇവിടെ നമ്മൾ സെൻറ്റർ വരെ എത്തി. ഇനി സെൻറ്ററിൽ നിന്നും താഴേക്കുള്ള ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് നേരത്തെ തയ്ച്ചതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ താഴെ വരെ തയ്ച്ചെത്തിയിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് സെൻറ്റർ വരെ ആക്കി നിർത്തുക. എന്നിട്ട് സെൻറ്ററിൽ എത്തിക്കഴിയുമ്പം ഒന്ന് കെട്ടിട്ട് തയ്യൽ നമുക്ക് നിർത്താം. ഇവിടെ സെൻറ്ററിലെത്തി ഞാനൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയിട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു.